സുഗമോദേവി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശത്രുക്കളാണെങ്കിൽ നന്ദനെയും ദേവികയെയും അവർ പോലും അറിയാതെ അല്ലെങ്കിൽ അവരുടെ പുറകെ തന്നെ വേട്ടയാടിക്കൊണ്ട് നടക്കുകയാണ്. ചെറിയൊരു സൂചന ദേവിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്തായാലും മുരളിയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം ഗൗരിയെ അറിയിക്കുകയാണ്. അതായത് തനിക്കിനി ഗൾഫിലേക്ക് തിരികെ പോകാൻ പറ്റില്ല എന്നും അതുകൊണ്ട് തന്നെ നാട്ടിൽ തുടരേണ്ടി വരുമെന്നും ഇനിയുള്ള ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും മുരളിയേട്ടനോടൊപ്പം ഞാനുണ്ടാകും. ഭാർഗവിയാണെങ്കിൽ അക്കാര്യങ്ങളൊക്കെ തന്നെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുമുണ്ട്. പിന്നീട് പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുകയാണ് നമ്മുടെ ദേവികയും നന്ദനും. അതിന് തുടക്കം കുറിക്കാനായിട്ട് പ്രഭാവതിയുടെ ഉപദേശവും, എല്ലാ സമയത്തും രാഷ്ട്രീയവും ജനങ്ങളുടെ ക്ഷേമവുമായിട്ട് നടക്കരുത്, അവർ ചെറിയ പ്രായമാണെന്നും അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുമെന്നും ജീവിതം ജീവിച്ചു തീർക്കണമെന്നൊക്കെ തന്നെ സിദ്ധാർത്ഥനെയും ദേവികയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നന്ദനാണെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾ ദേവികയെ അറിയിക്കുകയാണ്, ഒരു കുഞ്ഞു വേണമെന്ന്. ദേവിക പറയുന്നുണ്ട്, ഈ ആഗ്രഹം ഒരുപാട് കാലമായി എൻ്റെ മനസ്സിലും, അതെന്തായാലും സാധിച്ചേക്കാമെന്ന്. പിന്നീട് അതിരാവിലെ തന്നെ ദേവികയും സിദ്ധാർത്ഥനും പാർട്ടി പ്രവർത്തനങ്ങൾക്കായിട്ട് ഇറങ്ങുകയാണ്. ഈ സമയത്ത് അവർ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അവരെ കാണാനായിട്ട് വരികയാണ്. വെറുതെ അല്ല വന്നിരിക്കുന്നത്, വേണ്ട പൈസയൊക്കെ ആയിട്ടാണ്. ഈ സമയം സിദ്ധു പറയുന്നുണ്ട്, ഇവിടെ നിന്ന് മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോയിക്കൊള്ളണം, ഇങ്ങനെ തരം താഴ്ന്ന പണിക്കൊന്നും ഞങ്ങളുണ്ടാവില്ല. ഞങ്ങളൊരു വികസനം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. എൻ്റെ അഭിപ്രായം തന്നെയായിരിക്കും MLAക്കും എന്നൊക്കെ തന്നെ പറയണം. എന്തായാലും വന്നയാൾ അതേപോലെ തന്നെ തിരികെ പോകുന്നുണ്ട്. പിന്നീട് വാശിയോട് കൂടിയിട്ട് സിദ്ധാർത്ഥനും ദേവികയും ആ ഒരു വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നടത്തിക്കൊണ്ടുവരികയാണ്. എന്തായാലും ഈ സമയം ഋഷി ആവട്ടെ ത്യാഗരാജനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ചന്ദ്രോത്ത് വീട്ടുകാരെ നശിപ്പിക്കണം, അതിൻ്റെ മുന്നോടിയായിട്ട് ദേവികയാണ് തനിക്ക് കൊല്ലേണ്ടതെന്നൊക്കെ പറയണം. ത്യാഗരാജൻ പറയുന്നുണ്ട്, ഇന്ന് സന്ദീപിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അവൻ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായി തന്നെ ചെയ്തു തീർക്കും. ഇന്നത്തോടു കൂടിയിട്ട് ചന്ദ്രോത്ത് വീട്ടിൽ ഒരു അംഗം ഉണ്ടാവില്ല. ദേവിക എത്രയും പെട്ടെന്ന് അവളെ ഇല്ലാതാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവന് വേണ്ട പൈസയും കൊടുത്തിട്ടുണ്ട്. ആൾ കുറച്ച് പിന്നോട്ട് വലിഞ്ഞിട്ടുണ്ടെങ്കിലും വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും കേസിൽ കൊടുക്കില്ല എന്നും എല്ലാത്തിനും ഒപ്പം ഉണ്ടാകുമെന്നൊക്കെ തന്നെ ഞാൻ അവന് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ദേവികയുടെ മരണം പ്രതീക്ഷിക്കാമല്ലോ എന്നിങ്ങനെ ഋഷി ചോദിക്കുന്നുണ്ട്. അവന് ഉറപ്പ് വരുത്തുകയാണ്. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഇന്നത്തോടു കൂടിയിട്ട് ചന്ദ്രോത്ത് വീട്ടിൽ ഒരു അംഗത്തിൻ്റെ കുറവുണ്ടാകും, അത് ദേവിക തന്നെയാണ്. അങ്ങനെ ഋഷി പറയുന്നുണ്ട്, അവൾ അവസാനിച്ചതിന് ശേഷം വേണം എനിക്ക് ആ പ്രഭാവതിയെ തീർക്കാനായിട്ട്. ദേവിക അവസാനിച്ചാൽ നന്ദൻ്റെ അഹങ്കാരം കുറച്ച് കുറയും. അവൻ പിന്നീട് എപ്പോഴും വേദനിച്ചിട്ട് തന്നെയായിരിക്കും ജീവിക്കുക. അത് മതി എനിക്ക്. അവരുടെ മകൻ അവരുടെ മുന്നിൽ വെച്ച് വേദനിക്കുന്നത് കാണണം. ജീവിതാവസാനം വരെ ദേവികയെയും ആലോചിച്ച് അവൻ കണ്ണീര് കുടിക്കണമെന്നൊക്കെ ഋഷിയാണെങ്കിൽ ത്യാഗരാജനോട് പറയുന്നുണ്ട്. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും, സന്ദീപിനെ സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഋഷി അവിടെ നിന്നും വിട്ടാക്കുകയാണ്. എന്തായാലും ഈ സമയം സന്ദീപാണെങ്കിൽ നമ്മുടെ ദേവികയുമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവികയ്ക്കാണെങ്കിൽ തുടരെ കോൾസും മറ്റൊക്കെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ സന്ദീപാണെങ്കിൽ ത്യാഗരാജൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ മുതിരുകയാണ്. അതായത് ദേവികയെ കൊല്ലുക. എന്തായാലും ആ ഒരു കൃത്യം നടത്താൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഇതിനിടയിൽ മുരളിയോട് നമ്മുടെ ഗൗരി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. അമ്മ വീണ്ടും ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ പറയുന്നത് മുരളിയേട്ടന് അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പം മുരളി ചോദിക്കുന്നുണ്ട്, നീ എന്താ അതിന് മറുപടി പറഞ്ഞെന്ന്. സത്യങ്ങളെല്ലാം തന്നെ അമ്മയെ അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ. എന്തായാലും മുരളി ആവട്ടെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുകയാണ്. ഒരു ജോലിയോ കൂലിയോ ഒന്നും തന്നെ അവനില്ല. സന്ദീപ് എന്തായാലും ദേവികയെ കൊല്ലുന്നതിൽ അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ പരാജയപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ദേവികയുടെ പുതിയ ഡ്രൈവറായിട്ട് തന്നെയായിരിക്കും മുരളിക്ക് ജോലി കിട്ടുക. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.